119 സങ്കീർത്തനം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജിച്ചു പോവുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതിനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഭവിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അതരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷികളെ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. പാലിക്കുമോ? സ്വാഗതം. ട്രസ്റ്റി കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി, മർത്തോറിയ സമാജ അംഗങ്ങളെ, പ്രിയപ്പെട്ട ഏവരുമേ, നമ്മുടെ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് മർത്തോറിയ സമാജത്തിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി വന്നിരിക്കുന്നത് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ വൈദികനായിരിക്കുന്ന ഡോക്ടർ ജോർജി ജോസഫ് അച്ഛനാണ്. അച്ഛൻ നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം ക്രിസ്ത്യൻ പേരന്റിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അച്ഛനെ ക്ലാസ് കേൾക്കുവാൻ നാം എല്ലാവരും ഒരുക്കത്തോടെ വന്നിരിക്കുകയാണല്ലോ. അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഇടവക വികാരിയായിരിക്കുന്ന ഡോക്ടർ എബ്രഹാം തോമസ് അച്ഛനാണല്ലോ. അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് മർത്തോറിയ സമാജ അംഗങ്ങളെയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സമാജ അംഗങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന ജോർജ് ജോസഫ് അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യൻ പാരന്റിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം കർത്താവിനെ ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് സമയത്ത് ആരംഭിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ നമുക്കിന്ന് ഗൂഗിൾ മീറ്റിൽ നടത്തുവാനായിട്ട് സാധിക്കുന്നു. ഇത് കോടാനുകൂടി ആളുകൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ റെക്കോർഡ് ചെയ്ത് പിന്നീട് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നതാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്ത്യൻ പാരന്റിംഗ് എന്ന് പറയുന്നത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതം ശിഥിലീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ
കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം, മാതാപിതാക്കൾ മാതൃകാപരമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം, മക്കളെ വളർത്തുന്ന വിധങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അച്ഛന് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബ ബന്ധങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം അച്ഛൻ ആധികാരികമായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിചയ സമ്പത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ തക്കവണ്ണം അച്ഛൻ പ്രാപ്തനായതുകൊണ്ട് തന്നെയാണ് അച്ഛനെ ഈ നമ്മുടെ പെരുന്നാളിലേക്കും നമ്മുടെ ഈ വിഷയത്തിലേക്കും ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛന് പ്രീമാരിറ്റൽ കൗൺസിലിംഗിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അടിസ്ഥാനത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കേണ്ട. സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അച്ഛന് കൗൺസിലിംഗും പാസ്റ്റർ കെയറും ഒക്കെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ അറിവും പരിജ്ഞാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക വിഷയം നമ്മൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചത്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുവാനായിട്ടിടയായി ഈ ലോക്ക്ഡൗണിന്റെ കാലയളവിൽ ഗാർഹിക പീഡനം വർദ്ധിക്കുന്നതായിട്ടും കുടുംബ ബന്ധങ്ങൾ തകരുന്നതായിട്ടും മനസ്സിലാകുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛൻ്റെ പ്രഭാഷണത്തിൽ അതൊക്കെ നമുക്ക് വെളിപ്പെട്ട് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ബന്ധങ്ങൾ കൂടുതൽ ആഴമായിട്ട് ദൃഢീകരിക്കുവാൻ തക്കവണ്ണം, കൂടുതൽ ആളുകൾ കുടുംബജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം, കുടുംബം നയിക്കുന്നവർ ബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ഉള്ള മാർഗനിർദ്ദേശങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സിലൂടെ ലഭ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം എൻ്റെ സഹപാഠി അനുജനുമായിരിക്കുന്ന ജോർജ് ജോസഫ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം തോമസ് അച്ഛൻ, അതോടൊപ്പം തന്നെ ഇടവകയുടെ മുഖ്യ ശുശ്രൂഷകൻ, ഇടവകയുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ സ്ത്രീ സമാജത്തിന്റെ അംഗങ്ങളായിട്ടുള്ളവര്, അതോടൊപ്പം ഈ പ്രോഗ്രാം ലൈവില് വരുത്തുവാൻ തക്കവണ്ണം ടെക്നിക്കലായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏവരുമേ, ഈ ഇടവകയുടെ പ്രധാന മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ മധ്യസ്ഥതയും കൂട്ടും കാവലും എന്നും നമ്മൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമ നൂറ്റാണ്ടിൽ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ അനുഷ്ഠിക്കുവാനും എന്നാൽ പിന്നീട് രക്തസാക്ഷി മരണം പ്രാപിക്കുവാനും ഇടയായ സ്തേഫാനോസ് സഹദ, ശമാശന്മാരിൽ പ്രധാനിയായ വിശുദ്ധ സ്തേഫാനോസ്, ആ മധ്യസ്ഥന്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്കറിയാമല്ലോ, കോവിഡ് മുഖാന്തരമായി ഈ ലോകമാകമാനം പ്രതിസന്ധിയിലാണ്, പ്രശ്നങ്ങളിലാണ്. ലോകത്തിൽ പല രാജ്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും നമ്മുടെ പ്രദേശങ്ങളും ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ലോക്ക്ഡൌണിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു. എന്നാൽ ഇതിൽ നിന്നൊക്കെ മുക്തരായി തീരുവാൻ, ഇതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ എപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഞാൻ ഇപ്പോൾ താമസിക്കുന്ന കേരളം, നമുക്കറിയാമല്ലോ മലയാളികളുടെ നാടാണ്. അവിടെ ഇപ്പോൾ കോവിഡിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ലോക്ക്ഡൌണിന്റെ സമയത്തുള്ളതിനേക്കാൾ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ്. പക്ഷെ റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് ജനത്തെ കണ്ടിട്ട് പേടിച്ചോടുന്ന അവസ്ഥയാണ്. അതാ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം റോഡിലെല്ലാം ആൾക്കാർ വളരെ നിറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ തെള്ളാണ്. അതുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ മുൻപാണെങ്കിൽ കോവിഡിനെ പേടിച്ച് ആൾക്കാർ വീട്ടിലിരുന്നുവെങ്കിൽ ഇപ്പോൾ ആൾക്കാരെ പേടിച്ച് കോവിഡ് വീട്ടിലിരിക്കേണ്ട അവസ്ഥയായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനം ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നാലും അതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ, വീണ്ടും മുൻപോട്ട് പോകുവാനുള്ള ഒരു വലിയ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്.
അതുകൊണ്ട് ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഒതുങ്ങിയിരിക്കുവാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിലെ അച്ഛൻ പറഞ്ഞതുപോലെ സംഭാഷണത്തിൽ സൂചിപ്പിച്ച ഒരു ആശയം ഇങ്ങനെയാണ്: ബാക്കി 6 ദിവസം ഒരു പ്രശ്നമില്ല, 7ാമത്തെ ദിവസം പള്ളിയിൽ വരുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് പ്രശ്നം എന്ന്. അത് പലപ്പോഴും വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇന്നത്തെ ആധുനികമായ മാധ്യമങ്ങളും അതിന്റെ സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ക്രമീകരണം സംഘടിപ്പിച്ചതിൽ ഈ ഇടവകയുടെ വികാരി, ഇതിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര്, ചുമതലക്കാര് ഏവരെയും വളരെയധികം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അനേകർക്ക് ഈ കാലഘട്ടത്തിൽ ഇത് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തത് എന്നുള്ളത് എത്രയും ശ്ലാഘനീയമാണ്. ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്ത്യൻ പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ എന്നെ കേൾക്കുന്ന ഏവരും, ഇപ്പോൾ എന്റെ മുൻപിൽ ഇരിക്കുന്നവര്, അതോടൊപ്പം തന്നെ ഈ ലൈവിലായിരിക്കുന്നവര്, മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവര് ഏവരും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് വിശുദ്ധ വേദപുസ്തകം എന്താണ് ഈ ക്രിസ്ത്യൻ പേരന്റിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ചില റെഫറൻസുകളുണ്ട്. ഈ റെഫറൻസിൽ പ്രധാനമായിട്ടും ആദ്യമേ ഒരു റെഫറൻസ് ഏവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഏവർക്കും വളരെ സുപരിചിതമായ ഒരു റെഫറൻസ് ആണ് സദൃശ്യവാക്യങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 22 വേഴ്സ് 6. ചാപ്റ്റർ 22 വേഴ്സ് 6 ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇനിയും ഈ വേദഭാഗം നമ്മൾ പലപ്പോഴും നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മൾ പലപ്പോഴും ഈ മലയാളി വളരെ നാട്ടുചൊല്ലിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ടല്ലോ, അടക്കയായാൽ മടിയിൽ വെക്കാം. ബാക്കി അടയ്ക്കാമരമായാൽ മടി വെക്കാൻ പറ്റത്തില്ല, കേട്ടിട്ടില്ലേ? അടക്കയാകുമ്പോഴേ ഇത് മടിയിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അടയ്ക്കാൻ മരമായാൽ പിന്നെ മടിയിൽ വെക്കാൻ പറ്റത്തില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് കൊച്ചു കാലഘട്ടം ആകുമ്പോഴേ ഇതിനെയൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അല്പം മുതിർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ അത് അല്പം ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ പേര് ചോദിച്ചാൽ ഞാൻ ഒന്നാമത്തെ ആളോട് മാത്രമേ പേര് ചോദിച്ചുള്ളൂ, രണ്ടാമത്തെ ആളോട് പേര് ചോദിച്ചില്ല. പക്ഷെ രണ്ടാമത്തെ ആൾ എന്തുകൊണ്ടാ പേര് പറഞ്ഞത്? അതിന് കാരണമുണ്ട്. അതായത് മനുഷ്യൻ ഓൾറെഡി കണ്ടീഷൻഡ് ആയി. അതായത് രണ്ടാമത്തെ ആളോട് പേരെന്താന്ന് ചോദിച്ചില്ല, ഞാൻ ഇങ്ങനെ കൈ കൂട്ടിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആ ആള് ചിന്തിച്ചു എന്നോട് പേരായിരിക്കാൻ ചോദിച്ചതെന്ന്. ചിലപ്പോ അടുത്ത ആളോട് എവിടെന്നായിരിക്കും ഞാൻ ചോദിക്കാൻ വന്നത്. പക്ഷെ കൈ ചൂണ്ടിയപ്പോഴേ ഓൾറെഡി കണ്ടീഷൻഡ് ആയി, അതിനോട് സമരസപ്പെട്ടു, ആ ഒരു ആശയത്തോട് പൊരുത്തപ്പെട്ടപ്പോഴേ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും അതിനോട് റെസ്പോണ്ട് ചെയ്യും. എന്താണ് മനുഷ്യനൊരു കണ്ടീഷനിങ്ങിലാണ് പോകുന്നത്. ആ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ് രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പാചകം ചെയ്യുന്നു, കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ഇങ്ങനെ അധ്വാനിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ രാത്രിയാവും, ക്ഷീണമാവും, കയറി കിടന്നുറങ്ങും, വീണ്ടും രാവിലെ ഇത് തന്നെ. ഇത് കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോവാം അല്ലേ? ഈ കണ്ടീഷനിങ് പ്രോസസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കള് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഏത് രീതിയിലാണ് കുട്ടികളെ ഓറിയന്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് കുട്ടികളെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കണ്ടീഷൻ ചെയ്യിപ്പിക്കുന്ന എത്തരത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീണ്ടും സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 11-ാം വാക്യം. 4-ാം അധ്യായം 11-ാം വാക്യം എന്ന് വെച്ചാൽ 4:11.
ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. അപ്പോൾ ആരായിരുന്നു പറയുന്നത്? യഹോവയായ ദൈവത്തമ്പുരാൻ പറയുകയാണ് എന്ത്? ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. അതുകൊണ്ട് വീണ്ടും ഇത് പഴയ നിയമത്തിന്റെ റഫറൻസ് ആണ്. വീണ്ടും നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം. ഇത് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. വായിക്കാമോ? 19:14. ഒന്നുകൂടെ വായിച്ചേട്ടാ. അത് 13 മുതൽ അതിന്റെ 15 വരെയുള്ള വാക്യം വായിച്ചു. 13 മുതൽ 15 വരെ. ഈ വേദഭാഗം നമുക്ക് പരിചയമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. കർത്താവിന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 19-14 നമ്മൾ വായിച്ചത്. അതിന്റെ 14 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാം. 13 മുതൽ 15 വരെയുള്ള വേദഭാഗം വായിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവന്നതിനെ വിലക്കി മാറ്റി നിർത്തി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അപ്പോൾ എന്താണ് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ എങ്ങനെയുള്ളവരാ? കുഞ്ഞുങ്ങളുടെ സ്വഭാവമുള്ളവരാ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോലെയുള്ളവരാ, അല്ലേ? അപ്പോ ചില മാതാപിതാക്കളെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയമായപ്പോൾ വീട്ടിലല്ലേ ഫുൾ ടൈം എല്ലാവരും. അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഗാർഹിക പീഡനങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുക. നമ്മള് ഈ നാളെയും മറ്റന്നാളും ഒക്കെയുള്ള സെഷനുകളിൽ അതിന്റെയൊക്കെ ചില കാരണങ്ങളിലേക്ക് പോകും. അതിനെ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കും. കുറച്ച് ആശയങ്ങൾ ഇപ്പോൾ അത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചില മാതാപിതാക്കള് വന്നിട്ട് പറയുന്നത്, ഹോസ്പിറ്റലൊക്കെ വന്ന് അല്ലെങ്കിൽ ക്ലിനിക്കിൽ വന്ന് കാണുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ തൊട്ടേ നിങ്ങള് വീട്ടിലൊക്കെ ഇരിക്കുവല്ലയോ, ഇതാ പറയുന്നത്. രാവിലെ തൊട്ടേ വീട്ടിലിരിക്കുക, ക്ലാസിന്റെ ഇടയ്ക്ക് ഗെയിം കളിക്കുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ എന്റെ മൊബൈല് കൈ കിട്ടണമെങ്കിൽ രാത്രി ഞാൻ കിടക്കാൻ വരുമ്പോഴേ എന്റെ മൊബൈലിൽ ഞാൻ കാണുന്നത്. എല്ലാ അമ്മമാരെന്നോട് പറയുന്നത്. പിന്നെ അമ്മമാരിന് വരണ്ട് നിർത്തിയേക്കുന്നതുകൊണ്ട് കൈ കൊടുക്കുകയില്ല. കൂടുതൽ അമ്മമാരുടെ മൊബൈലിലായി പിള്ളേർ അടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ഇതാ പറഞ്ഞ വാക്കിങ്ങനെ ഇപ്പൊ വീടെന്ന് പറഞ്ഞാൽ നരകവാ. ചില അമ്മമാർ എന്നാ പറയുന്നത് അറിയോ? രാവിലെ തൊട്ടേ ഇതുങ്ങൾക്ക് വേണ്ടി വെച്ച് ഞാനൊക്കെ മടുത്ത് തിന്നാലൊന്നും തൃപ്തിയാകത്തില്ല. കാരണം എങ്ങനെ മറ്റേതെങ്ങനെയാണെന്നറിയോ? പോകുന്ന വഴിക്ക് എവിടുന്നൊക്കെ കഴിക്കുമല്ലോ. ഇതങ്ങനല്ല. രാവിലെ വെക്കുന്നു, രാവിലെ വീട്ടിലുണ്ട്, ഉച്ചയ്ക്കും വീട്ടിലുണ്ട്, വൈകിട്ടും വീട്ടിലുണ്ട്, രാത്രിയിലും എല്ലാം ഉണ്ട്. ഉൾട്ടാരി ഇരിക്കുക. ഒന്നും രണ്ടും വയറാണ്. എത്ര എണ്ണ വീട്ടിൽ ഇരിക്കുന്നത്? എങ്ങും പോകുന്നില്ല. അത് തന്നെയല്ല, ഇത് അടുത്ത ചോദ്യമാ. അതിനെ കണ്ടിട്ടതെ ഇതിനും മാത്രം എല്ലാ ദിവസവും എന്തോ ഈ വെക്കുന്നേ? അടുത്ത ചോദ്യ, എല്ലാ ദിവസവും എന്തോ ഇതിനും മാത്രം വെക്കുന്നേ? ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞതെന്ന് അറിയോ? ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ല. അപ്പൊ പിന്നെ മാതാപിതാക്കൾ എന്തോ പറയും? ഇതുങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുക, വീടങ്ങ് സ്വർഗമാണെന്നാ പറഞ്ഞ്. പിന്നെന്താ പറഞ്ഞ നരകമാണെന്നാ പറഞ്ഞ. അപ്പൊ എവിടാ ഇതിന്റെ പ്രശ്നം? അതാ പ്രശ്നം. ഞാനതാ ചോദിക്കുന്നത്. കർത്താവ് പറഞ്ഞ ഇതാണ്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ല. പക്ഷേ മാതാപിതാക്കൾ പറയും നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത് വീടങ്ങ് നരകമാണ്. അപ്പൊ എവിടെയാ പ്രശ്നം പറ്റും? ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റി. ആ പ്രശ്നമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്താണ് പ്രശ്നം? അപ്പൊ ദൈവം തമ്പുരാൻ പറയുന്ന സ്വർഗരാജ്യം ശിശുക്കളുടേതാണ്, അല്ലെങ്കിൽ ശിശുക്കളെ പോലെയുള്ളവരാണ് അവിടെ പ്രവേശിക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾ പറയുന്നത് ഇത് നിങ്ങള് പ്രശ്നക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഒരച്ഛന് വീട്ടിൽ ഹൗസ് വിസിറ്റിന് ചെന്നപ്പോഴേ അച്ഛൻ ചോദിച്ചു, മോനെ എന്നോണ്ട് വിശേഷം? വിശേഷം ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ മോന്റെ പേരെന്തെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു
തിമ്മൻ. തിമ്മൻ എന്ന് പറഞ്ഞാൽ തടിയൻ. അപ്പൊ അടുത്ത് അപ്പൊ പെങ്ങളുടെ പേരെന്തുവാ? അതോ മൂതേര്. മനസ്സിലായോ? അതിന്റെ ട്രാക്ക് ബാക്കി ഞാൻ പറയുന്നില്ല, ഞാൻ ഈ 2 വാക്കേ പറഞ്ഞോളൂ. എന്താ എന്റെ ട്രാക്ക് എന്ന് മനസ്സിലായ? വീട്ടിൽ വിളിക്കുന്ന കൊച്ചി എപ്പോഴും കേൾക്കുന്നത് ഇതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ചൊല്ല്? 10 ഗുണം 10 ഗുണം. ബാക്കി അറിയാം? ബാക്കി അറിയാമോ? 10 ഗുണം 10 ഗുണം. ബാക്കി അറിയാമോ? ബാക്കി അറിയാവുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയാം. ഒരു സമ്മാനം ഉറപ്പാണ്. പറയാം. ബാക്കിയുണ്ട്. ഇതാണ് ഈ ലോകത്തിലെ അമ്മമാരെല്ലാം വിളിക്കുക. ഞാൻ പല ഭാഗങ്ങളിൽ ക്ലാസ് എടുത്തപ്പോ ഈ ചൊല്ലിയിട്ട് ബാക്കി ആർക്കും അറിയത്തില്ല. 10 ഗുണം 10 ഗുണം. ബാക്കി കേട്ടോണം. പാത്ര ഗുണം 16 ഗുണം. വീട്ടിൽ ഏതെങ്കിലും അമ്മമാര്, നിങ്ങൾ ഇത് ഈ ചൊല്ല എവിടുന്നാ കേട്ടത്? വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ അമ്മമാര് പറയും, അല്ലെങ്കിൽ അവൻ എങ്ങനെ ശരിയാവാനാ? 10 ഗുണം 10 ഗുണം. ആർക്കിട്ട് പടിയുവാന്നറിയോ? അപ്പന്റെ ഗുണമാന്നാ പറയുന്നത്. പക്ഷെ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടുണ്ട്. ഈ ലോകത്തിലെ മിടുക്കികളായ ഭൂരിഭാഗം അമ്മമാര് വീട്ടിൽ ഈ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിട്ടില്ല. അവര് മനഃപൂർവ്വം ഇത് അടിച്ചു മാറ്റി വെച്ച്. എന്താണെന്നറിയോ? പാത്ര ഗുണം 16 ഗുണം. എന്തോ പാത്രമാ? സ്റ്റീൽ പാത്രമാണോ? പിന്നെ വിഞ്ഞാണോ? സെറാമിക് പ്ലേറ്റ് ആണോ? അല്ല. പിന്നെ എന്നാ പാത്രമാ? ഗർഭപാത്രം എന്നുള്ളതാ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് കേട്ടോ. ഇപ്പൊ എന്നെ കേൾക്കുന്നവര്, ഈ ലൈവിൽ കൂടെ കേൾക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും വീട്ടിൽ ചെന്നിട്ട് ഇത് മറന്നു പോകരുത്. ഇത് 2 ഉണ്ട്. അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. 10 ഗുണം 10 ഗുണം. പാത്ര ഗുണം 16 ഗുണം. ഇതാ ചൊല്ല്. ഇതാണ് പൂർണ്ണമായ ചൊല്ല്. അപ്പൊ ഈ ആശയം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു കുട്ടി വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ കൃത്യമായ ഒരു ഫീഡിങ്, ഓറിയന്റേഷൻ, കണ്ടീഷനിങ് ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില പേരൻസ് പറയുന്നത് നമ്മൾ വീടുകളിൽ കണ്ടിട്ടില്ലേ? കുട്ടികളെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും അവരുടെ പുറകെ നടക്കുന്ന ആരായിരിക്കും? അമ്മമാരാണ്. ഈ പിള്ളേർക്ക് കൂടുതൽ വൈരാഗ്യവും ദേഷ്യം ആരോടാണെന്നറിയാമോ? അമ്മമാരോടാ. അമ്മയാണ് മുഖ്യ ശത്രു. പക്ഷെ ഈ അമ്മ 10 പ്രാവശ്യം പറയുന്നതിന് പകരം അപ്പൻ 1 പ്രാവശ്യം പറഞ്ഞാൽ മതി. പക്ഷെ പല അപ്പന്മാരും ഒന്നും വിടത്തില്ല വീട്ടിൽ. ഇതാ വീടിന്റെ അവസ്ഥ. കാരണം കൺട്രോൾ ചെയ്യത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ അമ്മ വീണ്ടും ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ കേട്ട് കഴിയുമ്പോൾ പിള്ളേർക്ക് അമ്മയോട് ദേഷ്യം. അതിന്റെ കൂട്ടത്തില് ചില അപ്പന്മാർ എന്താ ചെയ്യുന്നറിയോ? അമ്മയുടെ കുഴപ്പമായിട്ട് ഇതിനെ വരുത്തി വെക്കുകയും ചെയ്യും. അങ്ങനെ വരുത്തി വെക്കുമ്പോ അപ്പന്റെ ഭാഗം സേഫാണ്. ഇങ്ങനൊരു ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു അപ്പനും അമ്മയും ഒരച്ഛനും അമ്മയും ഒരുപോലെ വളർത്തി ഫീഡ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു കുട്ടിയെ ശരിയായ ഒരു ക്രിസ്ത്യൻ പാരന്റിംഗിൽ എത്തിക്കാൻ പറ്റുള്ളൂ. 2 പേർക്കും അവരുടേതായ ചുമതലകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ചില രീതിയിൽ സിംഗിൾ പാരന്റിംഗിലായിരിക്കും പിള്ളേര് വളരുന്നത്. ചില സാഹചര്യം, ഒന്നുകിൽ ചില എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരാള് ഇല്ല, ജീവനോടെ ഇല്ലെന്ന് വരും. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അത് പിള്ളേർക്ക് മനസ്സിലാവും. പക്ഷേ ഒരാളുടെ പ്രസൻസ് ഉണ്ടായിരിക്കെ ആ ഒരാളുടെ കൃത്യമായ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കോൺട്രിബ്യൂഷൻ ഫാമിലി ലൈഫിൽ, ഒരു പേരന്റിംഗ് സിസ്റ്റത്തിൽ ഇല്ല എങ്കിൽ ആ കുട്ടിയെ അത് ശക്തമായി സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഒരു പേരന്റിംഗ്, ഒരു ക്രിസ്ത്യൻ പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റാ. പഴയ കാലഘട്ടത്തില് ഈ കുട്ടികൾക്ക് ഇത്രയും ആക്സസിബിലിറ്റി ഇല്ല. ഇന്ന് അങ്ങനെയല്ല. ഒരു ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ശക്തമായിട്ട് കിടക്കുന്നത് കൊണ്ട് പിള്ളേർക്ക് വളരെ ആക്സസിബിളാ എല്ലാ കാര്യങ്ങളും. വിദൂരത്തിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും സമീപമായിട്ട് ഇരുന്നുകൊണ്ട് കുട്ടികൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയായ വിഷയം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് പേരന്റിംഗ്, വാട്ട് ഈസ് പേരന്റിംഗ് എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. വാട്ട് ഈസ് പേരന്റിംഗ്? പേരന്റിംഗ് ഈസ് ആൻ ആർട്ട്. പേരന്റിംഗ് ഈസ് ആൻ ആർട്ട്. പേരന്റിംഗ് എന്ന് പറയുന്നത്, രക്ഷാകർതൃത്വം എന്ന് പറയുന്ന ഒരു കലയാണ്. എന്താണത്? ഇനി അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കേണ്ടത്. Parenting is an art to find out the best in our child. Parenting is an art to find out the best in our child. ഒന്നുകൂടെ ആവർത്തിക്കാം. Parenting is an art to find out the best in our child.
നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ഏറ്റവും വലിയ നന്മയെ കണ്ടെത്തുന്ന കലയുടെ പേരാണെന്ത്? പേരന്റിംഗ്. അതിനെ നമുക്ക് ക്രിസ്ത്യൻ പേരന്റിംഗ് എന്നോ പോസിറ്റീവ് പേരന്റിംഗ് എന്നോ എന്ത് പേര് വെച്ച് വേണമെങ്കിലും വിളിക്കണം. നമ്മുടെ കുഞ്ഞിൽ ഒരു വലിയ നന്മയുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. പക്ഷേ അതിനെ നരക തുല്യമാക്കി തീർക്കുന്ന ആരാ? പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് അങ്ങനെ ആക്കി തീർക്കുന്ന അപ്പനും അമ്മയും. അപ്പനും അമ്മയും ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരജണ്ടയുമില്ല. ഒരജണ്ടയില്ല. ഞാൻ ഇനി ജനിച്ചു വീണിട്ട് ഞാൻ ജനിച്ചു കഴിയുമ്പോൾ അപ്പനെ അമ്മയും പറയുന്നത് കേൾക്കത്തില്ല, വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളായിരിക്കും, ഒന്നും പഠിക്കാത്ത ആളായിരിക്കും. ഒരു കുട്ടികൾ അങ്ങനെ ഒരു അജണ്ടയുമായിട്ട് ജനിച്ചു വീഴുന്നതല്ല. പക്ഷേ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നത് ആരാന്നറിയോ? പേരൻസ്. അജണ്ട എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് പേരൻസ്. ഒരു കുട്ടിയുടെ ക്യാരക്ടറില് ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഇൻഫ്ലുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അപ്പന്റെ സാന്നിധ്യം, ഒരു അച്ഛന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കുന്നത് കോൺഫിഡൻസ് ആണ്. ഒരു അപ്പനുമായുള്ള ഇന്ററാക്ഷനിൽ എപ്പോഴും കുട്ടി ബിൽഡ് ചെയ്ത് വരുന്നത് ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ അമ്മയുമായുള്ള കോൺഫിഡൻസ്, അമ്മയുമായുള്ള ഇന്ററാക്ഷനിൽ കുട്ടി എപ്പോഴും വളർന്നു വരുന്നത് ഇമോഷണൽ മെച്യൂരിറ്റിയാണ്, വൈകാരികമായ പക്വത. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയി. അത് രണ്ട് ടേം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ കോൺഫിഡൻസ് ബിൽഡിംഗ്, സെക്കൻഡ് വൺ ഇമോഷണൽ മെച്യൂരിറ്റി. ഞാൻ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ച് വ്യക്തമാക്കിട്ട്, ചില വീടുകളിൽ അപ്പന്മാര് നല്ല മദ്യപാനികളായിരിക്കും. ചില വീടുകളിലൊക്കെ ഇപ്പൊ വീടിന്റെ ഒരു ചുമതല ഉത്തരവാദിത്തം ഇങ്ങനെയുള്ളവർ എടുക്കത്തില്ല. അടുത്ത വേറെ ചില വീടുകളിൽ അപ്പന്മാരുണ്ട്, പക്ഷെ വീട്ടിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വന്നാലോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പിള്ളേര് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പന്റെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. അവര് കഷ്ടപ്പെടുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്, വീട്ടിലെ ചെലവുകളൊക്കെ എങ്ങനെയും നടക്കുന്നുണ്ട്. പക്ഷെ വീട്ടില് അപ്പനെ സംബന്ധിച്ച് ഒരു വലിയ റോളില്ല. അങ്ങനെ വരുന്ന ചില കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, ആ കുട്ടികൾക്ക് വളരെയധികം ആൻസൈറ്റി ആയിരിക്കും, വളരെ ആൻഷ്യസ് ആയിരിക്കും കുട്ടികൾ. കാരണം ഈ അപ്പനും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ ലോ ലെവലാണ്, കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ്. ഇനി അടുത്തത്, ചില വീടുകളിൽ അപ്പന്മാര് ഭയങ്കര അധികം സ്ട്രിക്റ്റ് ആണ്, ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല, എപ്പോഴും പട്ടാളത്തിട്ടാണ്. അപ്പൊ ഒരു കാര്യം പോലും ഈ കുട്ടികൾക്ക് അവരുടെ അപ്പനോട് എന്തെങ്കിലും തുറന്നു പറയാനുള്ള ഒരു ധൈര്യമില്ല. അങ്ങനെ വരുന്ന കുട്ടികളും കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അതിന്റെ കാര്യം എന്താണെന്നറിയാം? അപ്പനിൽ നിന്ന് ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻസ് കുട്ടികൾക്ക് ലഭിക്കും, കാരണം അച്ഛനുമായുള്ള ഇന്ററാക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ പേരന്റിങ്ങില് ഇതെല്ലാം ഘടകം. ഇനി രണ്ടാമത്തെ ഘടകം ഞാൻ പറഞ്ഞു തരാം. ചില കുട്ടികളുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് വിങ്ങി പൊട്ടിക്കരയും. വിങ്ങി പൊട്ടിക്കരയുന്ന സ്വഭാവക്കാരൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവരുടെ അമ്മമാരെ ശ്രദ്ധിച്ചാൽ അറിയാം, വീട്ടില് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ അമ്മമാര് പെട്ടെന്ന് കരയുന്നവരായിരിക്കും. ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഒത്തിരി കരയുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെല്ലാം അവരുടെ കാര്യമാണ്. മനസ്സിലായോ? പ്രാർത്ഥന വേണ്ടെന്നല്ല പറഞ്ഞ, പ്രാർത്ഥന നല്ലതാണ്, പ്രാർത്ഥിക്കണം. പക്ഷെ അമിതമായി പ്രാർത്ഥിക്കുകയും അമിതമായി കരയുകയും ചെയ്യുന്ന സ്ത്രീകളെല്ലാം അപകടകാരികളാണ്. കാരണം അവരുടെ എന്തോ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി അവർക്കുണ്ട്, അവരുടെ ക്യാരക്ടറിൽ എന്തോ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഇരിക്കും, വൈകാരികമായി അവർക്ക് വല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് കളയും, ഇമ്പൾസീവ് ആയിരിക്കും. ചില കാര്യങ്ങളോട് അവർക്ക് വ്യക്തമായിട്ട് പ്രതികരിക്കാൻ കഴിയാതെ വരും. ഇപ്പൊ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നാൽ അമ്മ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതക്കാരി എന്ന പിള്ളേരെ ശ്രദ്ധിച്ചോ? പിള്ളേരെ അങ്ങനെ തന്നെ. കാരണം ഇമോഷണൽ മെച്യൂരിറ്റി എപ്പോഴും കുട്ടിക്ക് ലഭിക്കുന്ന അമ്മയിൽ നിന്നാണ്. ഇത് രണ്ടൂടെ ഒരേപോലെ, ഒന്നുകൂടെ ആവർത്തിക്കാം, കോൺഫിഡൻസ് ബിൽഡിങ്ങും ഇമോഷണൽ മെച്യൂരിറ്റിയും ഒരേപോലെ ആവർത്തിക്കുമ്പോൾ, ഒരേപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴേ ഒരു കുട്ടിയുടെ പേരന്റിങ് കൃത്യമാകും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങള് ആരായി തീരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരായി തീരാൻ ആഗ്രഹിക്കുന്നത്? എന്താ ആഗ്രഹം? അവിടെ പുറയിൽ ഇരിക്കുന്ന ആള്
അടും സ്വദേശിയാണ്. പറഞ്ഞ എന്തായിത്തീരാൻ ആഗ്രഹം? ഇളയ ആൾക്കും മൂത്താള്. നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? എന്താ ആഗ്രഹം? പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, എന്തോ ആയാലും ഒരു കുഴപ്പമില്ല. ആണോ? ഏതാണ്ടൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് മനസ്സിലാ, മുഖം കാണുമ്പോ അറിയാം. ഇപ്പൊ ഓരോരുത്തരും പറയും, നിങ്ങൾക്ക് ഇപ്പൊ പേരൻസിന് നമ്മുടെ കുഞ്ഞുങ്ങളാ ഇപ്പൊ എനിക്ക് എന്റെ കുട്ടിയെ കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ടാകും. കാരണം എന്താ? ഞാൻ അപ്പനായതുകൊണ്ട് ഞാനിപ്പോ എന്റെ അയലോകത്തെ കുഞ്ഞിനെ കുറിച്ച് വല്ല ആഗ്രഹിക്കാൻ പറ്റും? കുട്ടികൾ ചില പേരൻസ് പറയാറുണ്ട്, ഈ ടീച്ചേഴ്സ് പേരൻസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ചില സ്കൂളുകളിലും കോളേജുകളിലൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ പറയും, എന്റെ കുഞ്ഞ് ഇപ്പോഴേ പഴയ കാലഘട്ടത്തിലുണ്ട് പിള്ളേര് അങ്ങനെ പറയുന്നത്, അതായത് എനിക്കൊരു എഞ്ചിനീയർ ആണ്, എനിക്കൊരു ഡോക്ടറാണ്. അപ്പൊ ടീച്ചേഴ്സ് പറയും അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ നല്ല മനുഷ്യരായി തീരാനാണ്. ഞാൻ അങ്ങനെ പറയത്തില്ല, നിങ്ങൾ മനുഷ്യരായിക്കോ, പക്ഷെ ഒരാൾ ഒരു എഞ്ചിനീയർ ആണോന്നോ ഒരു ഡോക്ടർ ആണോന്ന് പറയുന്നത് തെറ്റാണോ? ശരി തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് കുറിച്ച് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ശരിയാണ്, നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത്, കാരണം നിങ്ങൾ അവരുടെ അപ്പനും അമ്മയും, അല്ലാതെ വേറെ ആരാ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ ആരുണ്ടല്ലേ ആഗ്രഹിക്കുന്നത്. അത് തെറ്റല്ല, അത് ശരിയാണ്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം, ഈ ചോദ്യം ശ്രദ്ധിക്കുക, ഹൗ ടു മേക്ക് എ ലിവിങ്. കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഹൗ ടു മേക്ക് എ ലിവിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ജീവിത മാർഗം കണ്ടെത്താം, അല്ലെ? ചില പേരൻസ് ഒക്കെ സംസാരിക്കുമ്പോ കേട്ടിട്ടില്ലേ, പഠിപ്പിച്ചു, രണ്ടെണ്ണത്തിനെ കെട്ടിച്ചു വിട്ട്, ഇപ്പൊ സ്വസ്ഥമായി. അതുകൊണ്ട് വല്ല സ്വസ്ഥമാകുമോ? അടുത്തത് പടം പോലെ പിന്നെ വരുന്നത് കൊച്ചുമക്കള്, പിന്നെ ഇതുങ്ങളെ പ്രസവം, നിങ്ങളെ വളർത്തല്, ഇതും കൊണ്ട് ഒഴിഞ്ഞിട്ട് കാര്യമാണ്. അതിന്റെ ഇടയ്ക്ക് ചില മക്കൾക്ക് അമ്മയോട് ഒരു സ്നേഹം, ഭയങ്കര സ്നേഹം. അമ്മ പാസ്പോർട്ട് എടുത്തിട്ടില്ലല്ലോ, അപ്പൊ അമ്മയെ കൊണ്ട് പാസ്പോർട്ട് എടുപ്പിച്ചു. എന്താണെന്നറിയാം, മരുമകളുടെ പ്രസവ കാലഘട്ടമായി അവിടെ. അപ്പോഴത്തേക്ക് പിന്നെ ഗൾഫിലോട്ടൊരു പോക്ക്, എന്നിട്ട് അടക്കാൻ വേഗത്തേക്ക് അമ്മ ഫ്ലൈറ്റിൽ കയറ്റി അവിടെ. അപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹം. പ്രസവം കഴിഞ്ഞു, ഒരു വളയൊക്കെ വാങ്ങിച്ചു കൈ കൊടുത്തു, അല്ലെ ഒരു പവന്റെ മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അമ്മ ഇനി എന്നാ പോന്നേന്ന് അടുത്തത്, മനസ്സിലായി, തിരിച്ച് നാട്ടിലോട്ട്. അപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹം. ഇതൊക്കെ അമ്മമാരും ചെയ്യേണ്ടതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് നല്ല കാര്യം തന്നെ. ഇതൊക്കെ വരുമ്പോ നമ്മളിപ്പോ ഇതുങ്ങളെ വളർത്തിയത് കൊണ്ടോ കെട്ടിച്ചു വിട്ടത് കൊണ്ടോ ജോലി തീർന്നെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലും ജോലി തീർന്നിട്ടില്ല, പിന്നെ കിടക്കുകയല്ലേ. അപ്പോ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഹൗ ടു മേക്ക് എ ലിവിങ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ ഒരു ജീവിത മാർഗം കണ്ടെത്താം? എല്ലാ മാതാപിതാക്കളും ഇതിലാണ് ചിന്തിക്കുന്നത്, ഹൗ ടു മേക്ക് എ ലിവിങ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, ഹൗ ടു ലിവ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ടു മേക്ക് എ ലിവിങ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ടു ലിവ്. ഒന്നാമത്തെ ചോദ്യം ഉദ്ദേശിച്ച ഇതാണ്, എങ്ങനെ ഒരു ജീവിത മാർഗം കണ്ടെത്താം. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ ജീവിക്കാം. ക്ലിയർ ആയ? പലർക്കും ഇതിലാണ് ഒരു തെറ്റ് പറ്റിപ്പെടുന്നത്. എല്ലാവരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എന്ത്? എങ്ങനെ ഒരു ജീവിത മാർഗം കണ്ടെത്താം എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ടു ലിവ്. എങ്ങനെ ജീവിക്കാം. ജീവിതം ശരിയാകുമ്പോൾ, അതുകൊണ്ട് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർഡർ കറക്റ്റ് ആവും. എന്താണ്? ജീവിക്കുന്നത് ശരിയാകുമ്പോൾ ജീവിത മാർഗവും ശരിയാകും. ക്ലിയർ ആണ്? ജീവിക്കുന്നത് ശരിയാകുമ്പോൾ ജീവിത മാർഗവും ശരിയാകും. നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആളെ കുറിച്ച്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം എന്താണ്? ലോകത്തിൽ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെ അതേപോലെ പ്രൊനൗൺസിയേഷൻ വരുന്ന വേറൊരു പേരാ. ഏതാണ്? ആൽഫ്രഡ് നോബൽ. അറിയോ? കേട്ടിട്ടുണ്ടോ? ആൽഫ്രഡ് നോബൽ. നോബൽ എന്ന് പറയുന്ന ഈ ആള്, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹത്തിന്റെ പേരിലാണ് നോബൽ പ്രൈസ് നിൽക്കുന്നത്, അല്ലേ? എങ്ങനെ ഈ നോബൽ പ്രൈസ് നിലവിൽ വന്നത്? അതിനൊരു കാരണമുണ്ട്.
എന്താ കാരണം അറിയാം? ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഡൈനാമിക് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ആൽഫ്രഡ് നോബലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താ? ഡൈനാമിക് കണ്ടുപിടിച്ചു. ഡൈനാമിക് കണ്ടുപിടിച്ചു. ലോകത്തിൽ എന്തിനുവേണ്ടി ഈ ഡൈനാമിക് കണ്ടുപിടിച്ചെന്ന് അറിയാം നിങ്ങൾക്ക്? അതിനൊരു കാരണമുണ്ട്. മൈനുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് ആ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പലപ്പോഴും അവരിങ്ങനെ ഈ ഒത്തിരി പണിയായുധങ്ങളൊക്കെ വെച്ച് ഇത് തുറന്ന് ചെല്ലുമ്പോൾ മണ്ണിടിഞ്ഞു വീഴും. മണ്ണിടിഞ്ഞു വീണിട്ട് ഒത്തിരി പേര് മരിക്കും. വലിയ പാറകളൊന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. അങ്ങനെ വന്നപ്പോ ഇദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ മൈൻ കുഴിക്കാൻ വേണ്ടി ചില എക്സ്പ്ലോസീവ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ ഇദ്ദേഹം മൈനുകൾ കണ്ടുപിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഇത് പൊട്ടിച്ച് ആൾക്കാർ അതിന്റെ അറിഞ്ഞു. എന്തിനു വേണ്ടി ഇത് കണ്ടുപിടിച്ച? ഖനി തൊഴിലാളികളുടെ ജോലി എളുപ്പമാക്കുന്നതിന് അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷെ ഇത് നേരെ തിരിഞ്ഞു. പിന്നെ എന്ത് ചെയ്തെന്നറിയാം? യുദ്ധങ്ങളില് ഇത് കുഴി ബോംബുകളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, മൈനുകളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി യുദ്ധങ്ങളില്. അങ്ങനെ അനേകം മനുഷ്യര് മരണപ്പെട്ടു, ഒത്തിരി പേരുടെ ജീവൻ പോയി. അപ്പൊ ഈ നോബൽ ഇത് കണ്ടുപിടിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണ്. എന്താണ് നന്മ? അനേകരുടെ ജോലി ഭാരം അനേകരുടെ ജീവിതം ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ കണ്ടുപിടിച്ച് എനിക്ക് ഈ കിട്ടിയ പേറ്റന്റും ഇതിന്റെ പണവും എല്ലാം ശാസ്ത്രത്തിന് വേണ്ടി, സയൻസിന് വേണ്ടി അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് നോബൽ പ്രൈസ് നിലവിൽ വന്നത്. അങ്ങനെ നോബൽ പ്രൈസ് നിലവിൽ വന്നത്. ഞാൻ എന്താ ഇത് പറഞ്ഞതെന്നറിയാമോ? നമുക്ക് നല്ല സയന്റിസ്റ്റുകളുണ്ട്, പക്ഷേ മനുഷ്യന്റെ ജീവനെ കളയുന്ന കണ്ടുപിടുത്തങ്ങളാണ് എങ്കിൽ ആ സയന്റിസ്റ്റുകളെ കൊണ്ട് ലോകത്തിൽ പ്രയോജനമില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല ഡോക്ടേഴ്സ് ആണ്, പക്ഷേ ജീവിതത്തിൽ ഒരു എത്തിക്സും ഇല്ലാതെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിനെ കൊണ്ട്, അയാളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഈ ലോകത്തിൽ ആർക്കും ഒരു പ്രയോജനമില്ല. ഉണ്ടോ? ഇല്ല, ഒരു പ്രയോജനമില്ല. അവിടെയാ പറഞ്ഞത് ഹൗ ടു ലിവ് എന്നുള്ളതാണ് ചോദ്യം. ആ ഒന്നാമത്തെ ചോദ്യം, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഒരു ജീവിത മാർഗം കണ്ടെത്താം എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ രണ്ടാമത്തെ, ഞാൻ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ അത് നേരെ തിരിച്ചു, ഓർഡർ തിരിച്ചു. ആ ക്വസ്റ്റ്യൻ ആൻസർ ആവും. എന്ത്? എങ്ങനെ ഒരു ജീവിത മാർഗം കണ്ടെത്തും. ഒരിക്കല് ഒരിടത്ത് ഒരു കടത്തുകാരൻ ഉണ്ടായിരുന്നു. കടത്തുകാരൻ അറിയാമല്ലോ, ഈ വള്ളം കഴിഞ്ഞു പോകുന്നതാണ്. ഇദ്ദേഹം ഒരിക്കല് എല്ലാ ദിവസവും കടത്ത് നടത്തും, ഇങ്ങനെ ജോലിയാണ്. അപ്പൊ ഇദ്ദേഹം മരണാസന്നനായിട്ട് ഇങ്ങനെ മരിക്കാൻ സമയമായപ്പോഴേ ഇദ്ദേഹം കിടപ്പിലായപ്പോ ഒരു ദിവസം ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? ഇദ്ദേഹത്തിന്റെ മകനെ അടുത്ത് വിളിച്ചു, മോനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എടാ മോനെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കടത്ത് നടത്തിയാണ് നിന്നെ പഠിപ്പിക്കുകയും നിന്നെ ഇത്രയൊക്കെ ആക്കി തീർക്കുകയും ചെയ്തു. പക്ഷെ ഈ അപ്പൻ മരിക്കാറാതെ ഇവനും എന്ത് ചെയ്തു? അപ്പന്റെ തൊഴിൽ തന്നെ സ്വീകരിച്ചു. അപ്പന്റെ തൊഴിൽ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാം? ഇവനും കടത്ത് നടന്നു. അപ്പൊ അപ്പൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ നല്ലൊരു കടത്തുകാരനായിരുന്നു. ഞാൻ മരിച്ചാലും എന്റെ പേര് നീ ഒരിക്കലും കളയരുത്. നീ നല്ലതുപോലെ തൊഴിൽ ചെയ്യണം. എന്റെ പേര് ഒരിക്കലും കളയാതെ നല്ല പേരോടുകൂടി നീ നിലനിർത്തണം. അങ്ങനെ പറഞ്ഞു. ഈ മനുഷ്യൻ മരണപ്പെട്ടു. അപ്പൊ ഈ മോൻ എന്ത് ചെയ്യാം? കടത്തല്ലേ ജോലി. ഇവനും കടത്ത് നടത്താൻ തുടങ്ങി. പക്ഷേ ഇവനിപ്പോ എങ്ങനെയാണെന്നറിയോ? മനുഷ്യരെ അപ്പനാണെങ്കിൽ കരയെ വരെ കൊണ്ട് ഇറക്കുമായിരുന്നു. ഏതാ? വെള്ളത്തിൽ ഇറങ്ങാതെ കരയിൽ കൊണ്ട് ഇറക്കുമായിരുന്നു. ഇവനിപ്പോ എങ്ങനെയാ ചെയ്യുന്നതറിയോ? ഒരു 10 അടി അകത്തോട് മാറ്റി ആ വെള്ളത്തിൽ കൊണ്ടുപോയി തൊഴ ഊന്നിയിട്ട് വള്ളം, എന്നിട്ട് ആൾക്കാരോട് പറയും വള്ളം ഇവിടെ വരെ ഉള്ളൂ, ബാക്കി വെള്ളത്തിൽ ഇറങ്ങി നടന്നു കൊണ്ടുപോകണം. ഇവരെന്ത് ചെയ്യും? വെള്ളത്തിൽ ഇറങ്ങി നടന്ന് കരയിലോട്ട് പോകും. പോകുന്ന വഴിക്ക് യാത്രക്കാർ ഇങ്ങനെ പറയും, അപ്പൻ എന്തോ നല്ല മനുഷ്യനായിരുന്നു, അയാൾ ഒന്നും അല്ലെങ്കിൽ കരയെ കൊണ്ട് ഇറക്കി വിടുമായിരുന്നു. ഇവനൊരു പന്നനാണല്ലോ, ഇവൻ വെള്ളത്തിലാണല്ലോ ഇറക്കി വിടുന്നത്. അപ്പൻ നല്ല മനുഷ്യരായിരുന്നു, ഞങ്ങളെ കരയെ കൊണ്ട് ഇറക്കി വിടുമായിരുന്നു. മോൻ കണ്ട് വെള്ളത്തിലാണ് കൊണ്ട് ഇറക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നടന്നു വരണം. അപ്പൻ എന്തുവായിരുന്നു മോനോട് പറഞ്ഞു? എടാ മോനെ, എന്റെ പേര്
കളയാതെ സൂക്ഷിക്കണം. പക്ഷെ ആ ചെറുക്കൻ ഏത് രീതിയിൽ അതിനെ എടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ഒരു കാര്യത്തെ ഉപയോഗിക്കുവാൻ ഒരു കുട്ടിയെ ശീലിപ്പിച്ചാൽ അവൻ ചെന്നെത്തുന്ന മാർഗവും ശരിയായി. അപ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലായിത്തീരണം, ആ രക്ഷാകർത്തൃത്വത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് കുറച്ച് 5-6 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഈ സെഷൻ അവസാനിക്കും. രക്ഷാകർത്തൃത്വത്തിന് ഒരു ക്രിസ്ത്യൻ പാരന്റിങ്ങിന്, ഒരു പോസിറ്റീവ് പാരന്റിങ്ങിന് എന്തെല്ലാം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ബിൽഡിംഗ് അപ്പ് ഓഫ് കോൺഫിഡൻസ്. ഇതാണ് ഫസ്റ്റ് വൺ. കോൺഫിഡൻസ് ബിൽഡിംഗ് എന്നുള്ളതാണ്. കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത്? കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലേ അവരോട് ഇടപെടാകും. ഇത് പറയുമ്പോൾ എന്റെ മുൻപിൽ ഇരിക്കുന്ന മാതാപിതാക്കള്, അതുപോലെ തന്നെ ടീച്ചേഴ്സായിട്ടൊക്കെ ഉള്ളവരിവിടെ കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എക്സാമിന് മാർക്ക് കിട്ടി, വേണ്ടി വന്നു മാത്സിന് 40 ഔട്ട് ഓഫ് 50. നിങ്ങൾ ആദ്യത്തെ ചോദ്യം എന്താ ചോദിക്കുന്നത്? പിടിച്ച കൊച്ചു 40 മാർക്ക് വാങ്ങിച്ച് ഇവിടെ ഇരിക്കുന്ന പിള്ളേരൊന്നും ഇത് കേൾക്കരുത്. ഞാൻ ഒരിക്കലും എന്നെ പ്രോത്സാഹിപ്പിക്കും. പിള്ളേർ കേട്ടിരിക്കുമ്പോ വീട്ടിൽ വന്നാൽ ഇതേ പറയുന്നുള്ളൂ. 50-ൽ 40 മാർക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോ എന്താ അടുത്ത ചോദ്യം അറിയാം? ബാക്കി 10 എവിടെ പോയെന്നാ ചോദിക്കുന്നത്. ഈ കൊച്ചുങ്ങൾക്ക് അറിയാം, രാവിലെ ചൊവ്വേന്നേരം പല്ല് തേക്കാൻ പറ്റിയോ സമയം കിട്ടിയില്ല, ഇല്ലേ? പിന്നെ ടോയ്ലറ്റിൽ ചൊവ്വേന്നേരം പോയോ അതുമില്ല. വല്ല വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചോ അതുമില്ല. ഇതൊന്നുമില്ല. അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞിടയ്ക്ക് എന്റെ മൂത്ത ആളുടെ മകന്റെ ഈ ബുക്കും ബാക്കിയുള്ള സാധനം എല്ലാം കൂടെ എടുത്ത് വെയിങ് മെഷീൻ വെച്ച് നോക്കിയപ്പോ 7 കിലോ ഭാരം. 7 കിലോ ഭാരം എടുത്തോണ്ടാ ഇവൻ രാവിലെ പോയിട്ട് കഴിഞ്ഞു വരുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉള്ള ഒരു സ്കൂൾ ആയതുകൊണ്ട് ആകെ 1/2 മണിക്കൂർ അങ്ങോട്ടും 1/2 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര മതി. മറ്റേത് അങ്ങനെ അല്ലല്ലോ. രാവിലെ ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉലകം മൊത്തം ഒരു ടൂർ അല്ലേ? 1.5 മണിക്കൂർ കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നിട്ട് വൈകിട്ടും അത്രയും കറങ്ങി തിരിഞ്ഞ്. ചില പേരൻസ് ഉണ്ട്, എന്തൊരു ദ്രോഹം പിള്ളേരോട് ചെയ്യുന്നതെന്ന് അറിയോ? നല്ല സ്കൂളാണെന്ന് പറഞ്ഞ് 2 മണിക്കൂർ ദൂരെ യാത്ര ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോകും. വലിയ ദ്രോഹം. ഈ പിള്ളേർ രാവിലെ ഇത്രയും സമയം അങ്ങോട്ട് യാത്ര, തിരിച്ചു ഇങ്ങോട്ട് യാത്ര. ഈ പിള്ളേർ പിന്നെ എപ്പോഴും പഠിക്കും. വീടിന്റെ അടുത്ത് ഒരുമാതിരി നല്ലൊരു സ്കൂളാണെങ്കിൽ കുറച്ചുകൂടെ സെൽഫായിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്താ? ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞാണ് എന്താണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം? എങ്ങനെയാണ് ജീവിതം വിജയിക്കുന്നത്? ആദ്യം മനസ്സിലാക്കും, എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ജീവിതം വിജയിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലായി. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം, വിദ്യാഭ്യാസം കിട്ടിയാൽ ജീവിതം വിജയിക്കണമെന്ന് അർത്ഥമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജീവിതം വിജയിക്കുവാനുള്ള ഒരു മാനദണ്ഡം വിദ്യാഭ്യാസമാണ്. പക്ഷെ എല്ലാം അതല്ല. എന്നിടയ്ക്ക് CAക്ക് പ്രാക്ടീസ് ചെയ്യുന്ന പഠിക്കുന്ന ഒരു കൊച്ച് എന്നിടയ്ക്ക് പേരൻസ് ആ കുട്ടിയെ കൊണ്ട് എന്നെ കാണിക്കാൻ വന്നു. ഹോസ്പിറ്റലാണ് വന്നത്. ഈ കുട്ടിയുടെ പ്രശ്നം ഇതാണ്. നിങ്ങൾക്കറിയാലോ, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കണ്ടീഷനിങ് ആണ് ഇതിന്റെ പരിപാടി. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പല പ്രാവശ്യം എക്സാം ഇടിയിപ്പിച്ച് എക്സാം എഴുതി കുട്ടികളെ കൊണ്ട് എക്സാം പരിശീലിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. കുറെ പ്രാവശ്യം ഒരേ കാര്യത്തിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അടുത്തത് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ അതിന്റെ പാറ്റേൺ സ്വീകരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം കാർ ഓടിക്കുമ്പോൾ കാറിന്റെ ഗിയർ നോക്കി, റോഡ് നോക്കി, കാൽക്കുലേറ്റ് ചെയ്തും ചിന്തിച്ചു വരുന്ന ഗിയർ ഉപയോഗിച്ചോണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഒരു പുതിയ റോഡ് കണ്ടാൽ പോലും കൃത്യമായ ഗിയർ കയ്യിൽ വന്നിരിക്കും. ശരിയല്ലേ? ആരോടും ചോദിക്കണം വേണ്ട. അപ്പൊ ഇതിലെ കോമ്പറ്റേറ്റീവ് എക്സാം ഈ കുട്ടി CAക്ക് പഠിക്കുവോ? ഇപ്പൊ ഈ കൊച്ചിന്റെ പ്രശ്നം തന്നെ രാത്രി ഉറക്കമില്ല. ഇത് വീട്ടിൽ ലീവ് വരുന്നില്ല. എന്താ വിഷയം തന്നെ? രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ പിള്ളേർക്ക് ടെസ്റ്റാണ്. ഞാൻ അന്നേരമാണ് ഇതിന്റെ ഒരു ലോകം മനസ്സിലാക്കുന്നത്. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ എന്ത് ചെയ്യുന്നത്? ഈ പിള്ളേർ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആൻസർ പേപ്പറുകൾ കൊടുത്തും വാങ്ങിച്ചും മാർക്ക് ചെയ്യും. ഈ കുട്ടി വീട്ടിൽ വന്നാൽ ഉറങ്ങത്തില്ല. ഉറങ്ങാതെ എന്ത് പ്രശ്നം എന്നറിയോ? വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്നത്, അയ്യോ ഇപ്പൊ അവിടെ പിള്ളേർ എക്സാം എഴുതുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എക്സാം എഴുതുമായിരിക്കും.
അപ്പൊ എന്റെ മാർഗം പോവും. ഉറക്കമില്ല, സ്വസ്ഥതയില്ല, ഭക്ഷണം കഴിക്കത്തില്ല, പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നീ ഇപ്പൊ CA പഠിച്ചു, നല്ല മാർക്കിൽ നീ പാസ്സായി, നിന്റെ വീടിന് മുമ്പില് പേര് വെച്ചു, അടിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നും വെച്ചു, സന്തോഷം, നിനക്ക് സന്തോഷമായി. കാരണം നിന്റെ വീടിന്റെ ഫ്രണ്ടിലെ ബോർഡ് ഇരിക്കുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടല്ലോ. പക്ഷേ നീ നിന്റെ മുൻപിൽ വരുന്ന ഒരു ഡിജിറ്റ് കണ്ടിട്ട്, ഇത് 1 എന്നുള്ളത് കണ്ടിട്ട് നിനക്ക് 1 ആണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ, ആ പേരെടുത്ത് ശരിയായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു കാര്യം ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ പഠിച്ചത് കൊണ്ട് ഒരു കളക്ടറായി ഒരാൾ കഷ്ടപ്പെട്ട് പഠിച്ചു കളക്ടറായി അല്ലെങ്കിൽ പോലീസ് ഓഫീസറായി ഒരു ഡിസിഷൻ എടുത്ത് മുൻപോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ഇല്ല എങ്കിൽ പഠിച്ചതുകൊണ്ടെന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ജീവിതത്തിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവര് ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവരുണ്ട്. എത്രയോ പേരുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്. അപ്പോ എഡ്യൂക്കേഷൻ കൊണ്ട് എല്ലാം ആകത്തില്ല. ജീവിതം വിജയിക്കണമെങ്കിൽ, പേരന്റിങ് കൃത്യമാണെങ്കിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ആത്മവിശ്വാസത്തിന് 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ബിലീഫ് ഇൻ സെൽഫ്. ദെൻ സെക്കൻഡ് വൺ, ബിലീഫ് ഇൻ ഗോഡ്. ഇത് രണ്ടും വേണം. അതുകൊണ്ട് പിള്ളേരെ നല്ലപോലെ പ്രാർത്ഥിപ്പിക്കണം, ദൈവവിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. ബിലീവ് ഇൻ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ ഗോഡ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? മാതാ പിതാ ഗുരു, മാതാപിതാ ഗുരു ദൈവം. എന്താ ഇതിന്റെ അർത്ഥം? അമ്മയാണെന്ന് കുട്ടിയോട് ആരും പറഞ്ഞു കൊടുക്കണ്ട, പറഞ്ഞു കൊടുക്കണോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യനാന്ന് പറയുന്ന ഒരു കാരണം, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ശ്വാസം, അതുവരെ കുട്ടി എവിടെ നിന്ന് എംബിലിക്കൽ കോഡ് വഴിയല്ല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, പൊക്കിൾ കൊടിയാണ് അല്ലെ? പൊക്കിൾ കൊടി കട്ട് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും? മൂക്കിലൂടെ ശ്വാസം വലിക്കാൻ തുടങ്ങും. ഈ റെസ്പിറേറ്ററി സിസ്റ്റം കുട്ടി ആരും പഠിപ്പിച്ചല്ലാണോ? അല്ല, ഓൾറെഡി കോഡഡാ സംഭവം, കോഡിങ്ങിലുള്ളതാ, ജനറ്റിക്കലി കോഡഡാ. അടുത്തത്, മുലപ്പാല് വലിച്ചു കുടിക്കാൻ കുട്ടി ആരെങ്കിലും പഠിപ്പിക്കണോ? പഠിപ്പിക്കണ്ട. എത്രയധികം എഫേർട്ട് വേണ്ട ഒരു കാര്യമാണെന്ന് അറിയാമോ ഇത്? മുലപ്പാല് വലിച്ചു കുടിക്കുന്ന കൊച്ചു പിള്ളേരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ ഈ ഞരമ്പൊക്കെ അങ്ങ് തെളിയും അല്ലെ? കണ്ടിട്ടില്ലേ? അത്രയും എഫേർട്ടോടുകൂടി ഈ പിള്ളേർ വലിക്കുന്നത്. ഇതാരും പഠിപ്പിച്ചാണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മനസ്സിലാക്കണ്ട. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ദൈവം നടത്തുവാൻ അല്ലെങ്കിൽ അത് സ്വയമായി ജീവിക്കുവാൻ ഒരു വലിയ ശേഷിയുമാരാണ് പിറന്നു വീഴുന്നത്. പക്ഷെ മനുഷ്യന് മാത്രം ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ബാക്കി എല്ലാ ജീവികളും ജനിച്ചു വീണാൽ തന്നെ എഴുന്നേറ്റ് ഓടും. പക്ഷെ എഴുന്നേറ്റ് തന്നെ ജോലികൾ ചെയ്യുവാൻ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ജീവിയേ ഉള്ളൂ, അത് മനുഷ്യനാണ്. താങ്ങി നടത്താൻ 2 കരങ്ങളില്ലെങ്കിൽ മനുഷ്യൻ ഉഴുവരിച്ച് മരിച്ചു ചത്തു അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിലീവ് ഇൻ സെൽഫ്. നമ്മളിൽ വിശ്വാസം വേണം, ദൈവത്തിൽ വിശ്വാസം വേണം. അത് അങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡിംഗ്. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തത്, എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ടൈം. എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ടൈം. ടൈം മാനേജ്മെന്റ് എന്താണ്? ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വിശാഖപട്ടണത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 ഇവിടെ 24 മണിക്കൂറുണ്ടോ? 24 മണിക്കൂർ. ഓക്കെ, കേരളത്തിൽ 24 മണിക്കൂറാണ്. പിന്നെ അന്റാർട്ടിക്ക, ആർട്ടിക് പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ വ്യത്യാസം. അല്ലാതെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ അല്ലെ? US-ലും യൂറോപ്പിലും എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. പക്ഷെ ചില ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഉയരാനുള്ള കാരണം? അതിനൊരു കാരണമേ ഉള്ളൂ, ഈ ലോകത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ടൈം ആണ് അതിന്റെ കാരണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്റെ കയ്യിലിരിക്കുന്ന പണവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണവും ചിലപ്പോൾ അളവിൽ വ്യത്യാസം കാണും അല്ലേ? അല്ലേ? നമ്മുടെ സേവിംഗിൽ വ്യത്യാസം കാണും, എഡ്യൂക്കേഷൻ വ്യത്യാസം കാണും, സൗന്ദര്യത്തിൽ വ്യത്യാസം കാണും അല്ലേ?
പക്ഷെ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ഒരിക്കലും വ്യത്യാസപ്പെടുത്താൻ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ള ഒറ്റ കാര്യമുള്ള അതിന്റെ പേരാണ് എന്ത്? സമയം. ഈ ലോകത്തിൽ പണ്ഡിതനും പാമരനും, അല്ലെ, പണമുള്ളവനും പണമില്ലാത്തവനും, സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും എല്ലാവരും എല്ലാം ഒരേപോലെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുള്ള അതിന്റെ പേരാ എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്രിസ്ത്യൻ പേരന്റിംഗിൽ. സമയം എങ്ങനെ കുട്ടികൾ ഉപയോഗിക്കുന്നു. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ചാറ്റിങ്ങിൽ ഒത്തിരി സമയം വെറുതെ കളയുന്നുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് എനിക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. ക്ലാസ്സുകൾ ഒഴിച്ച് അല്ലാതെ എക്സ്ട്രാ ലെഷർ ടൈമിൽ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഉപയോഗിക്കുന്നതിന്റെ അളവ് 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഉപയോഗിക്കുക. അതിനപ്പുറത്തോട്ട് ഉപയോഗിക്കാനേ പാടില്ല. അധികമായി ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുമെന്ന് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി കൂടും. എന്നിട്ട് ഈ കൊറോണ കാലത്ത് എത്രയോ കുട്ടികൾ ഈ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പേര് സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈല്, TV ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പാടില്ല. ഇതിൽ നിന്ന് വരുന്ന ബ്ലൂ റൈസ് നമ്മുടെ ബ്രെയിനിനെ, അതിന്റെ സ്ലീപ്പിംഗ് പാറ്റേണിനെ അഫക്ട് ചെയ്യും. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കീറ്റോൺസ്, അസറ്റോൺ, ഇതൊക്കെയാണ് സ്ലീപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇല്ലാതെ അപ്പൊ എന്ത് ചെയ്യും? ഉറക്കം പോകും. അതിനാൽ എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ചില പിള്ളേരെ കുറിച്ച് പറയും, എടാ കൊച്ചു വായിൽ വലിയ വർത്താനം പറയരുത്. ഈ വർത്തമാനം ആരാ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്? ആരാ പഠിപ്പിച്ചെടുക്കുന്നത്? എന്റെ ചെറുപ്പ കാലഘട്ടത്തില് എന്റെ അമ്മയും എന്റെ പേരൻസ്, എന്റെ ഫാദറും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന ഒരാളെ കാണുമ്പോൾ മോനെ എഴുന്നേറ്റ് നിൽക്കുക എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചറെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറ, അല്ലെ നമസ്കാരം പറ എന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഫോൺ എടുക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, മുതിർന്ന ഒരാളെ കണ്ടാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു കടയിൽ ചെന്ന് എന്ത് സംസാരിക്കണം, ഒരു ബാങ്കിൽ ചെന്ന് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഇത് എന്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ പറയണം, ബാങ്കിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണം, അപ്പോൾ ആ ബാങ്കിലെ ഇന്ന ഭാഗത്തിരിക്കുന്ന ആള് ഇങ്ങനെ ഒരു ഹെൽപ്പ് നിനക്ക് തരും. അപ്പൊ നീ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ബാക്കി കിട്ടാനുള്ള പൈസ എണ്ണി തിട്ടപ്പെടുത്തി തിരിച്ചു വേണം. കടയിൽ പോയിട്ട് ഇന്ന കാര്യം വാങ്ങിക്കാൻ ഇന്നത് ചോദിക്കണം. ഇതാരാ പഠിപ്പിച്ചത്? പഠിപ്പിക്കട്ടോ, ഇത് ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാ. ഒരു മുതിർന്ന ഒരാളെ കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം. എസൻസ് എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളെ പേരൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുക. അതിനെ ഞാൻ പറഞ്ഞ കണ്ടീഷനിങ്, ആ കണ്ടീഷനിങ് കുട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എംപതറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കുട്ടികളിൽ വളർത്തുക. ഒരു ക്രിസ്ത്യൻ പേരന്റിങ്, പോസിറ്റീവ് പേരന്റിങ് വളരെ ഇമ്പോർട്ടന്റ്. എംപതി. എന്താണ് എംപതി? 2 വാക്കുകളുണ്ട്. ഒന്ന് സിമ്പതി, ഫസ്റ്റ് വൺ സിമ്പതി, സെക്കൻഡ് വൺ എംപതി. സിമ്പതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു രോഗിയെ കണ്ടു, അയാൾക്ക് ചോദിച്ചു എന്താ അസുഖം, അയാൾ പറഞ്ഞു എന്റെ കാലിന് ഒരു മുറിവുണ്ടായി, ഇത് ഉണങ്ങുന്നില്ല, അതാണ് പ്രശ്നം, അയ്യോ കഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് പോകും. അത് സിമ്പതിയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സിമ്പതി ആഗ്രഹമില്ല. എല്ലാവർക്കും ആവശ്യം എംപതിയാണ്. What is empathy? Come into that situation, that is empathy. ഒരു വ്യക്തി ഒരു പ്രശ്നത്തിലാണ്, ആ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് എംപതി. അപ്പോൾ ഒരാളൊരു വേദനയിലും പ്രയാസത്തിലുമായി നമ്മൾ ആ ആളോട് സംസാരിച്ചിട്ട് അയാളോട് ചോദിക്കുന്നു നിങ്ങളുടെ പ്രശ്നം എന്താ? അപ്പൊ അയാൾ പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അറ്റ് വാട്ട് റീസൺ? എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? ഇതിനെന്താണ് പരിഹാരമുള്ളത്? ഇതിന് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്ത് ചെയ്തത്? അതാണ് എംപതി എന്ന് പറയുന്നത്. ഈ എംപതി വർദ്ധിപ്പിക്കാൻ നല്ലത് കുട്ടികൾക്ക് ഈ പേരന്റിങ് നടത്തുന്ന പേരൻസ്, ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗാർഡനിങ് നല്ലതാണ്. അതൊക്കെ ഫീഡ് ചെയ്യാനൊക്കെയുള്ള ഒരു താല്പര്യം കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ പണ്ടത്തെ കാലത്ത് 8-10 പിള്ളേരാ വീട്ടിൽ, അല്ലേ?
കണ്ടിട്ടില്ലേ? നമ്മുടെ പഴയ കാലഘട്ടത്തിൽ എന്താ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് അറിയാമോ? മൂത്ത വീട്ടിൽ അധികം ഒന്നും ഭക്ഷണം കഴിക്കാൻ കാണുന്നില്ല. അപ്പൊ ചില അമ്മമാര് വളരെ സ്കിൽഡ്, അവർക്ക് ജീവിക്കാൻ അറിവുള്ള അമ്മമാര്, അവർക്ക് വലിയ വിദ്യാഭ്യാസമല്ല, പക്ഷെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്കറിയാം. അപ്പൊ മൂത്ത പിള്ളേര് കുറച്ച് അരി എടുത്തു വരും, അത് ഒരു കലത്തിലിട്ടു ഇങ്ങനെ വേവിച്ചോണ്ടിരിക്കുകയാണ്, കുറച്ചേറെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ അമ്മയ്ക്കറിയാം ഏഴെ കൊച്ചു പിള്ളേരെല്ലാം കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിക്കോളും. മനസ്സിലാകുന്നു? ബാക്കിയുള്ളത് എന്താണെന്നറിയാം? വലിയ പിള്ളേരാ, ഇതുങ്ങൾക്ക് വിശപ്പുള്ളൂ, മറ്റേതുങ്ങളുടെ വിശപ്പ് കിടന്ന് ഉറങ്ങും. അത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, ഒരു നേരം കഴിച്ചില്ലേലും ഒരു കുഴപ്പവും പറ്റത്തില്ലെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അത് ജീവിതത്തിന്റെ അറിവാണ് അമ്മയ്ക്ക്. എന്നാൽ മൂത്ത പിള്ളേർ അവിടെ ഉണ്ട്. മൂത്ത പിള്ളേർക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ള കിട്ടിയ അരി എല്ലാം കൂടെ, ഈ ചോറെല്ലാം കൂടെ വാരി പിള്ളേരെ മുമ്പിൽ വെക്കും. എന്നിട്ട് പിള്ളേരോട് പറയുന്നൊരു കാര്യമുണ്ട്. മൂത്ത പിള്ളേരോട് പറയും, എടാ ആ ഇളയത്തിനും കൂടെ ഇച്ചിരി കൊടുക്കാൻ പറയും. അതായത് ഒരാൾക്കുള്ള ഭക്ഷണം 5ഉം 8ഉം പേര് വീതിച്ചു കഴിച്ചു. ഇന്ന് അങ്ങനല്ല. 8ഉം 10ഉം ആൾക്കാർക്കുള്ള ഭക്ഷണം ഒരാളെ വായിലേക്ക് തുള്ളിക്കേറ്റുക പല വീടുകളിലും പിള്ളേരെ. അങ്ങനല്ലേ മാതാപിതാക്കൾ വളർത്തുന്നത്? ചിലതുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും. കണ്ടിട്ടില്ലേ? അതിനെക്കാട്ടി ബഹുകേമെന്ന് പറയും. ഇട്ടിരിക്കുന്ന ഡ്രസ്സോ അതിനെക്കാട്ടി കേമോ. പിന്നെ അമ്മയുടെ കാര്യം പറയണ്ട, കൊച്ചിന്റെ കാര്യം അതിനെക്കാട്ടി കേമോ. അമ്മയുടെ ഡ്രസ്സും കൊള്ളാം, കൊച്ചിന്റെ ഡ്രസ്സും കൊള്ളാം, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് ഏതാണ്ട് സർക്കസിൽ പോവാ, പള്ളിയിൽ പോകുന്ന അതിനെക്കാട്ടി കേമോ. നമ്മൾ വിചാരിക്കും എങ്ങാണ്ട് ഏതാ പൂരത്തിന് പോവാണ്, അതേ പോക്കാ പോകുന്നത്. മനസ്സിലാകുന്നത്? 4 വയസ്സുള്ള കൊച്ചിനെ കണ്ട 40 വയസ്സിന്റെ പകിട്ടാണ് ഇട്ടിരിക്കുന്ന. അവിടെ എത്തുന്നില്ല, ഇവിടെ എത്തുന്നില്ല. അതിന്റെ മുമ്പില് കിസ് മീ, കിക്ക് മീ, എന്താ ഇത് കണ്ടില്ലേ? ടീഷർട്ടിന്റെ ഒക്കെ മുമ്പില് എഴുതി വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഞാൻ അധികമായിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എംപതറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ്, 5th പോയിന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള ശേഷി. ഇത് അച്ഛന്റെ അപ്പന്റെ ഒരു പ്രസൻസിലാണ് കുട്ടിക്ക് കിട്ടുന്നത്. തീരുമാനം എടുക്കാനുള്ള ശേഷി, ഡിസിഷൻ മേക്കിംഗ്. ഇത് കുട്ടികള് ഒരു ടീനേജ് തുടങ്ങുന്ന സമയം വരെ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10-14 വയസ്സ്. ടീനേജ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ അഡോളസെന്റ് സ്റ്റേജ് എന്ന് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയും. ആ പ്രായം വരെയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും? മാതാപിതാക്കളോട് അഭിപ്രായം ചോദിക്കും. അപ്പോ എനിക്കറിയത്തില്ല, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യ എന്നല്ല മാതാപിതാക്കൾ പറയേണ്ടത്. നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കൊടുക്കണം പിള്ളേർക്ക്. ആ ഡിസിഷൻ എടുത്തു കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അടുത്തത് പിന്നീട് അതേ പാറ്റേണിൽ ഡിസിഷൻ എടുക്കാൻ പഠിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന്റെ ശരി ഏത് തെറ്റ് ഏതെന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ശരിയായ ഡിസിഷൻ ഏതാണ്, തെറ്റായ ഡിസിഷൻ ഏതാണ്, അത് കുട്ടികളെ ശീലിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് കുട്ടികൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. എന്താണ് ഇതിന്റെ ശരി? ആ ശരിയും തെറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ചില അമ്മമാരുടെ അല്ലെ ചില അപ്പന്മാരുണ്ട്, കുട്ടികളെ പണിഷ്മെന്റ് കൊടുക്കും, അടിക്കും. അപ്പൊ കൊച്ചു വഴി എന്തിനാ എന്നെ അടിച്ചപ്പ, നീ എന്തിനാണ് അത് ചെയ്തത്? അതിന്റെ ശരി ഏത് തെറ്റേതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അന്നേരം ഒരു ധൈര്യം കയറി 2 എണ്ണം കൊടുത്തു. അതാ സംഭവം. കൈ കിട്ടിയത് കൊണ്ട് അടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നൊരു കാരണം എന്ന് വെച്ചാൽ അതിന്റെ ശരിയും തെറ്റും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, കുട്ടികളിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വളർത്തിയെടുക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ എത്ര, ഇനി 6ാമത്തെ പോയിന്റ് അല്ലേ, 6th പോയിന്റ് അല്ലേ, 6ാമത്തെ പോയിന്റ് അസർട്ടീവ് സ്കിൽസ് എന്ന് പറയും. അസർട്ടീവ് സ്കിൽസ് എന്ന് പറഞ്ഞാല് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണ് അസർട്ടീവ് സ്കിൽസ്. ഒരു ദിവസം ഓൺലൈനിൽ ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരു സ്വകാര്യമായ ചാറ്റ് മുൻപിൽ വന്നു. അല്ലെങ്കിൽ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നപ്പോൾ കുട്ടിക്കാണ് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ശേഷി. കുട്ടി തീരുമാനിക്കണം, ഇപ്പോൾ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കണോ അതോ ആ ഓൺലൈൻ ചാറ്റിന്റെ പുറകെ പോകണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് അസർട്ടീവ് സ്കിൽസ് ആണ്. എന്താണ് ശരി, ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണ്. ഇത് കുട്ടികൾ പേരൻസ് പറഞ്ഞു കൊടുക്കുന്നത്. പേരൻസിൽ നിന്ന് അത് കിട്ടേണ്ടത്. അതിന്റെ ശരിയും തെറ്റും കുട്ടികൾക്ക് കിട്ടണം. അസർട്ടീവ് സ്കിൽസ്.
അതായത് ഒരു ഫോൺ കോൾ വന്നു, ആ ഫോൺ കോൾ അത്ര യോഗ്യമല്ല, അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള ഒരാളിൽ നിന്ന് ഒരു മിസ്ബിഹേവിയർ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി, അതിനെ എന്റർടൈൻ ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ? തെറ്റായ ഒരു റിലേഷനിൽ പോയി വീണു, അത് എന്റർടൈൻ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ? അസർട്ടീവ് സ്കിൽസ് പോട്ടതാ. യെസ് ഓർ നോ? എവിടെ വെച്ച് നോ പറയണം, എവിടെ വെച്ച് യെസ് പറയണമെന്ന് കുട്ടിക്ക് തീരുമാനം കിട്ടണം. അടുത്തത് 7th പോയിന്റ് ഈസ് ബിഹേവിയറൽ സ്കിൽസ്, പെരുമാറ്റ ശീലങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷനോട് ചേർത്താ ഇത് പറയുന്നത്. മുതിർന്ന ഒരാളെ കണ്ടാൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഇളയ കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം, മൂത്ത കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണം, സഹോദരങ്ങളോട് എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം, ടീച്ചേഴ്സിനോട് എങ്ങനെയായിരിക്കണം, സൊസൈറ്റിയില് മറ്റുള്ള നമ്മുടെ നെയ്ബേഴ്സിനോട് എങ്ങനെ ഇടപെടണം, സ്കൂളിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ഷോപ്പിൽ പോയാൽ എങ്ങനെ പെരുമാറണം, പള്ളിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു പുരോഹിതനെ കണ്ടാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെല്ലാം തന്നെ ആര് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ? പേരൻസ് പഠിപ്പിച്ചു കൊടുക്കും. ഇതെല്ലാം ക്രിസ്ത്യൻ പാരന്റിങ്ങിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് പാരന്റിങ്ങിന്റെ ഭാഗമാണ്. ബിഹേവിയറൽ സ്കിൽസ്, പെരുമാറ്റശീലം. ഏറ്റവും അവസാനമുള്ളതാണ് എസ്തെറ്റിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഞാൻ വ്യക്തമാക്കുന്നത് എസ്തെറ്റിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ്, പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ അതിന്റെ കൂടെ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ആഡ് ചെയ്ത് പറഞ്ഞതാണ്. വാട്ട് ഈസ് എസ്തെറ്റിക്സ്? എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യബോധം. സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ ടീനേജിലുള്ള ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ അവിടെ കൊള്ളാം എന്ന് പറയുന്നത് നല്ല സൗന്ദര്യബോധം ആണോ? അതല്ല സൗന്ദര്യബോധം, അതും ബോധത്തിന്റെ ഭാഗമായിരിക്കും. ഞാൻ പറഞ്ഞ ചില പേരൻസ് ചില ടീച്ചർ ചില പേരൻസ് വന്ന് പറയാറുണ്ട്, അതെ ഡോക്ടറെ മോക്ക് ഒരു പ്രേമമുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ആദ്യം ഹോസ്പിറ്റലൊക്കെ വരുമ്പോ ആദ്യം നമ്മുടെയൊക്കെ വന്നിട്ടാകുന്ന ഒരു കൗൺസിലിംഗ്, അത് എനിക്ക് അവര് തരുന്ന കൗൺസിലിംഗ് കേട്ടോ, അത് ഫ്രീ ആ. എനിക്ക് ഇങ്ങോട്ട് കുറെ പ്രദേശത്തില്ല, അതെ മോക്കൊരു പ്രേമമുണ്ട്. ഞാൻ പറഞ്ഞ കൊള്ളാം, എന്നിട്ട് എങ്ങനെയും ഒന്ന് പൊളിച്ചു കൊടുക്കണം. ഞാൻ പറയും ഇപ്പൊ എനിക്ക് ഈ പൊളിപ്പും പരിപാടി ഗുണ്ടാ പരിപാടി ഒന്നുമില്ല പൊളിക്കാൻ. ഞാൻ പറഞ്ഞത് ടീനേജ് പ്രായത്തില് ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും സ്നേഹമൊക്കെ തോന്നും, താല്പര്യം തോന്നും. അത് തെറ്റല്ല, അങ്ങനെ തോന്നലുകൾ തെറ്റല്ല, കാരണം അത് വളർച്ചയുടെ ഭാഗമാണ്. പക്ഷെ അത് എവിടെയാ തെറ്റാകുന്നത്? അത് ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ, സ്വജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ അത് തെറ്റാണ്. അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. അവിടെയായി അസർട്ടീവ് സ്കിൽസ് മനസ്സിലാക്കേണ്ടത്, എസും നോയും പറയാനുള്ള ശേഷി. അപ്പൊ ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞത് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു സൗന്ദര്യബോധമുണ്ട്. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. ക്ലിയർ ആയോ? നിങ്ങൾക്കറിയാവോ ഈ JK റൗളിംഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? റൗളിംഗ് ഹാരി പോട്ടർ ആൻഡ് ദ സീരീസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട് അല്ലെ? ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടാകും. എന്താ അറിയോ? അവർ പറയുന്നത് ഇതാണ്, അതായത് സക്സസ് ഇൻ ഫെയിലിയേഴ്സ് എന്നാണ് ഇവരുടെ ആർട്ടിക്കിളിന്റെ പേര്. സക്സസ് ഇൻ ഫെയിലിയേഴ്സ്, അതായത് തകർച്ചകളിലെ വിജയം. സക്സസ് ഇൻ ഫെയിലിയേഴ്സ്. നിങ്ങൾ അവരുടെ ജീവിതം ശ്രദ്ധിക്കണം. ഇവരുടെ ജീവിതം എന്താണെന്നറിയോ? ഇവരുടെ ഫാമിലി ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ തകർച്ചകളുടെ മധ്യത്തിലാണ് ഇവരെന്ത് ചെയ്തത്? സൂയിസൈഡ് ചെയ്യാനോ ജീവിതം കളയാനോ വേണ്ടി ഇവരെ കുട്ടികളുമായി ഒരു സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്തു ഒരു ലക്ഷ്യമില്ല. അടുത്ത ജീവിതം എന്ന് പറയുന്നത് മുൻപിലൊന്നുമില്ല, എല്ലാം ശൂന്യമാണ്. അങ്ങനെ ഇവർ യാത്ര ചെയ്തു. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇവരെ തലയിലുണ്ടാകുന്നത്. ഇവരുടെ ഭാവിയിൽ വരിക. പിന്നെ ഉണ്ടായത് മൊത്തം ലോകത്തിന്റെ ചരിത്രമാണ്. ഏറ്റവും കൂടുതൽ റോയൽറ്റി വാങ്ങിക്കുന്ന ഒരു റൈറ്ററാണ് ഇപ്പൊ റോളിംഗ്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഇതൊരു ജീവിതത്തിന് സൗന്ദര്യബോധമാണ്. കുട്ടികളെ പഠിപ്പിക്കണം. ഒരു തകർച്ച ഉണ്ടായാലും അതിലൊരു നന്മയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു തകർച്ച ഉണ്ടായാലും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലും അതിന്റെ പുറകിൽ ഒരു സൗന്ദര്യത്തെ കാണാൻ പഠിക്കണം, ഒരു നന്മയെ കാണാൻ പഠിക്കണം. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആത്മീക ബോധമുള്ളവരായി ജീവിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 തലങ്ങളിലെ പ്രാർത്ഥനയാണ്. ഫസ്റ്റ് വൺ സെൽഫ് പ്രയർ, സെക്കൻഡ് വൺ ഫാമിലി പ്രയർ, തേർഡ് വൺ കമ്മ്യൂണിറ്റി പ്രയർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതെ പോയാൽ പ്രശ്നമാവും. 3 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. സെൽഫ് പ്രയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഫാമിലി പ്രയർ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി പ്രയർ, അതായത് കൂട്ടമായി പള്ളിയിലൊക്കെ വന്നിട്ടുള്ള പ്രാർത്ഥന, അതും ഇതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഏതൊരു ഒരെണ്ണം മാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഒരു കുട്ടിയുടെ കൃത്യമായ വളർച്ചയ്ക്ക് ഒരു ക്രിസ്ത്യൻ പേരന്റിംഗ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ സെൽഫായിട്ട് പ്രാർത്ഥന നടത്താൻ കുട്ടികളെ ശീലിപ്പിക്കണം. കുറച്ചു നേരം മാറിയിരുന്ന് വേദപുസ്തകമൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് സെൽഫായിട്ട് പ്രാർത്ഥിക്കാൻ കുട്ടികൾക്ക് ഒരു ശേഷി വേണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വളരെ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഫാമിലി പ്രയർ വേണം. വീട്ടിൽ റെഗുലറായിട്ട് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാകും. മൂന്നാമതായിട്ട് ചർച്ച് അല്ലെങ്കിൽ ടെമ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രയർ ആവശ്യം. ചില വീട്ടില് ചില പേരൻസ് പറയും, ഞാൻ പള്ളിയിലൊന്നും അങ്ങനെ പോകത്തില്ല, അവളെ പിള്ളേരെ പള്ളിയിടും, പിന്നെ ഈ പിള്ളേരെ എങ്ങനെ പഠിക്കും, ഇതെങ്ങനെ കണ്ടുപഠിക്കും? ഒരിക്കലും ശരിയല്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഏറ്റവും അവസാനം പറഞ്ഞത്, ഒരു സ്പിരിച്വൽ സെൻസ് ലൈഫിലുണ്ടാകും. ഇപ്പൊ മാർക്ക് കുറഞ്ഞു പോയി, അതിലൊരു നന്മയുണ്ട്, അത് കാണാൻ പഠിക്കും. അതോടുകൂടി അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാവട എന്നൊന്നും പിള്ളേരോട് ചോദിക്കരുത്. അവര് നേടിയതിലൊരു നന്മയുണ്ട്. ചില രോഗാവസ്ഥകളിൽ ചില നന്മയുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ കൊറോണ വന്നു, ഈ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോയി, ഒത്തിരി പേര് പ്രശ്നങ്ങളിലായി, ഒത്തിരി പേര് മരണപ്പെട്ടു. അതിലൊക്കെ നമുക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ മറ്റു ചില നന്മകളുണ്ടായി. ഈ പ്രകൃതി കുറച്ചുകൂടെ സ്വതവേ ഉള്ള രൂപത്തിലേക്ക് തിരിച്ചു വന്നു, അല്ലെ? പൊല്യൂഷൻ കുറഞ്ഞു. അത് കുറഞ്ഞ കാര്യമാണോ? വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതം ഒരു പ്രശ്നത്തിലൂടെ പോയാൽ എങ്ങനെ അതിജീവിക്കണം നമ്മൾ പഠിച്ചു. ഇപ്പൊ കൊറോണയുടെ നമ്പർ ഒന്നും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് ധൈര്യമുള്ളവനായി, അല്ലെ? അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പം, ഒന്നുമല്ല. ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോഴേ ആൾക്കാരൊക്കെ PPE കിറ്റ് ഒക്കെ ഇട്ട് മാസ്ക് ഇട്ട് ട്രാവൽ ചെയ്യുക, നോ പ്രോബ്ലം. വരുന്നിടത്ത് വെച്ച് കാണാൻ മനുഷ്യൻ പഠിച്ചു. അല്ലാതെ കൊറോണയാന്ന് പറഞ്ഞാൽ ആരും വീട്ടിലിരിക്കുന്നില്ല, അവർ അടുത്ത ജീവിതത്തിലേക്ക് പോകും. എന്താ കാര്യം? ഒരു തകർച്ചയുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു നന്മയുണ്ട്, അത് കാണാൻ പിള്ളേരെ പഠിപ്പിക്കണം. അല്ലാതെ ചെറിയൊരു കുറവ് വന്നാൽ ഉടനെ എല്ലാം നഷ്ടപ്പെട്ടു പോയതായിട്ട് കുട്ടികളെ ചിന്തിക്കരുത്. അതിന്റെ കാര്യം എന്താണെന്നറിയാം? ഇന്നത്തെ മാതാപിതാക്കള് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഉടനെ എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ചെയ്യും. കുട്ടികൾക്ക് ജീവിതത്തിന്റെ കുറവ് അറിയത്തില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, പണ്ട് 6 പേർക്ക് കൂടെ ഒരാളുടെ വിഭജിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് 6 പേരുടെയും കൂടെ ഒരാളുടെ വായിലേക്ക് തള്ളിക്കഴിഞ്ഞു. അപ്പൊ പിള്ളേർക്ക് കുറവ് അറിയത്തില്ല ജീവിതത്തിൽ. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ ഉടനെ ജീവിതം പതറി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 8 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. ഇപ്പൊ ഞാൻ ഈ സമയത്തിന്റെ കൂടുതൽ കൊണ്ട് ഇപ്പോ ഈ സെഷൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മളെ ഒരു നല്ല ജീവിതം നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് നല്ലൊരു ജീവിത മാർഗവും കിട്ടും. ഹൗ ടു ലീവ്, എങ്ങനെ ജീവിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം കണ്ടെത്തിയാൽ കുട്ടികൾക്ക് ഒരു നല്ല ജീവിത മാർഗം കിട്ടും. അതിന് ദൈവവിചാരം, നല്ല പ്രാർത്ഥനയുള്ള ജീവിതം, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ശേഷി, ദാനധർമ്മങ്ങള്, പ്രാർത്ഥന, ഉപവാസം, വ്യക്തിപരമായ പ്രാർത്ഥന, കമ്മ്യൂണിറ്റി പ്രയർ, ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ കുട്ടികളെ ഫോം ചെയ്തെടുത്താൽ അവർക്ക് നല്ലൊരു ജീവിതമാർഗം കിട്ടും. അതിന് ഏവർക്കും കഴിയട്ടെ. എന്നെ കേട്ടുകൊണ്ടിരുന്ന ഏവരോടും ഉള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ഇനി അടുത്ത സെഷനുകളിൽ വീണ്ടും അടുത്ത ദിവസങ്ങളിലും വൈകുന്നേരം ഒക്കെ ഇനിയും കാണാം. ദൈവം ഏവരെയും ധാരാളമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. God looks at the heart. Be faithful. Be a model to them in words and actions. Self-esteem is fundamentally established through the experiences of childhood. It has 3 fundamental building blocks: security of belonging, the satisfaction of achievement, the joy of feeling valued. We have to provide our children opportunities to develop competence and confidence. Allow them to choose their own areas of achievement. Listen to them, ask them their opinions, applaud their improvements. When we listen to Reverend Dr. Georgie Joseph, how well he explained Christian values of parenting, all this in the context of Bible, and it was an eye-opener for all of us.
What is parenting? Parenting is an art to find the best in our child. Father instills confidence. Mother's interaction will give emotional maturity. How to make a living, how to live. And the order is how he changed the order, how to live, how to make a living. He gave us 8 points. That's belief in self and belief in God, effective time management, communication skills, empathetical understanding, decision-making ability, assertive skills, behavioral skills, aesthetics, and spirituality. It all is followed by self-prayer, family prayer, and community prayer. On behalf of Marthamariam Samajam, and in my personal capacity, I sincerely thank Reverend Father Georgie Joseph for his inspiring message. I thank all those parish members who enthusiastically participated in this program. Great word of thanks to our Reverend Father Abraham Thomas for helping to arrange this program online and his wholehearted support for the program. God bless and thank you. Thank you one and all. We'll wind up for the time being. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സന്ധ്യാ നമസ്കാരം തുടർന്ന് ധ്യാനയോഗം